മീനസൂര്യന്റെ ചൂടിനെ മറികടക്കുന്ന തെരഞ്ഞെടുപ്പ് ചൂടാണ് മലപ്പുറത്ത്. വസീഫ്, SFI വിദ്യാർത്ഥികൾക്കൊപ്പം JNUവിലെ വിജയം ആഘോഷിക്കുന്നതിന്റെ തിരക്കിലാണ്, പ്രചരണത്തിന്റെ ഓട്ടത്തിലാണ്, ഇതിനും സമയം കണ്ടെത്തുന്നത്. എങ്ങനെ പോകുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണം? നല്ല ആവേശത്തോടു കൂടിയുള്ള പ്രചരണം തന്നെയാണ് മലപ്പുറത്തുടനീളമുള്ളത്. പുതിയ ചെറുപ്പക്കാർ, പുതിയ വോട്ടർമാർ എല്ലാം നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ആ സമയത്താണ് ഇവിടെ SFIയുടെ നേതൃത്വത്തിൽ JNUവിലെ വിജയം ആഹ്ലാദത്തോടുകൂടി ഇവർ സ്വീകരിക്കുന്ന ഒരു കാഴ്ച. അവിടെ ഇറങ്ങുക എന്നുള്ളത് ഒരു പഴയ SFIക്കാരൻ, ഒരു കാലിക്കറ്റ് സർവകലാശാല യൂണിയന്റെ ചെയർമാൻ ഒക്കെ ആയിരുന്ന ഒരാള് എന്നുള്ള നിലയ്ക്ക് ഒരു സന്തോഷം നൽകുന്ന കാഴ്ചയാണ്. അതെ അതെ, നമുക്കൊരു പുത്തൻ ഉണർവ് നൽകുന്നതാണ്. പ്രത്യേകിച്ച് JNUവിനെ വലിയ രീതിയിൽ വേട്ടയാടാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സംഘപരിവാർ. JNUവിലെ വിദ്യാർത്ഥികളെ വേട്ടയാടുന്നു. JNUവിൽ അക്കാദമികവും അതേപോലെ തന്നെ അവിടുത്തെ സൗകര്യങ്ങളും ഒക്കെ പരിമിതപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ വൈസ് ചാൻസലറെ ഉൾപ്പെടെ നിയമിക്കുന്നതിലെല്ലാം അവർ കാണിക്കുന്ന ഒരു വല്ലാത്ത വർഗീയ സ്വഭാവമുണ്ട്. അതിനെതിരെ എല്ലാം ഉള്ള ഒരു ചെറുത്തുനിൽപ്പും അതിനെതിരെയുള്ള ഒരു വലിയ വിജയവും രാജ്യത്തിന് പ്രതീക്ഷ നൽകുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ആഹ്ലാദിക്കുന്ന വിദ്യാർത്ഥികളുടെ അടുത്ത് എത്തുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി തന്നെ കാണും. മലപ്പുറത്ത് വികസന വിഷയങ്ങളെക്കാൾ ദേശീയ വിഷയങ്ങളാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് തെരഞ്ഞെടുപ്പിൽ. വികസന പ്രശ്നങ്ങളും ദേശീയ പ്രശ്നങ്ങളും ഒക്കെ സ്വാഭാവികമായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുമല്ലോ. അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങളൊക്കെ ഇവിടെയും ചർച്ച ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഒരു വലിയ റാലി, അദ്ദേഹത്തിന്റെ പ്രസംഗം BJPക്കാർ അതിനെ പരാതി കൊടുത്തു. പക്ഷേ ഇടതുപക്ഷത്തിന്റെ ഉയർത്തിപ്പിടിച്ച കാര്യങ്ങളെ ലീഗ് തള്ളിക്കളയുന്നില്ല. പക്ഷെ അവർ പറയുന്നൊരു കാര്യം, കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നതെന്നാണ്. എങ്ങനെ കാണുന്നത്? ഇപ്പോൾ ഈ വിദ്യാർത്ഥികളെ നിങ്ങൾ കണ്ടില്ലേ? വിദ്യാർത്ഥികളും ബാലസംഘത്തിന്റെ കൂട്ടുകാരും ഒക്കെ പറഞ്ഞു പഠിക്കുന്നതും ഈ നാടിനെ പഠിപ്പിക്കുന്നതുമെല്ലാം മാനവികതയുടെ, മതനിരപേക്ഷതയുടെ രാഷ്ട്രീയമാണ്. ഇടതുപക്ഷത്തിന് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഉള്ള ഒരു മുദ്രാവാക്യമല്ല മതനിരപേക്ഷത. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് മതനിരപേക്ഷത. ആ മതനിരപേക്ഷതയ്ക്ക് പോറലേൽക്കുന്ന എല്ലാ ഘട്ടത്തിലും ശക്തമായ പ്രതിരോധം ഉയർത്തുക എന്നുള്ളത് ഞങ്ങളുടെ ബാധ്യതയായി കാണുന്നവരാ. ഞങ്ങളൊരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി മാത്രം ഈ മുദ്രാവാക്യം വെക്കുന്നവരല്ല. പിന്നെ പറയുന്നവർക്കൊക്കെ ഡൽഹിയിൽ ഒരു നിലപാടും മധ്യപ്രദേശിൽ മറ്റൊരു നിലപാടും ഗുജറാത്തിൽ മറ്റൊരു നിലപാടും ഒക്കെ ആയിരിക്കും. ഞങ്ങൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ. അത് ഈ നാടിനെ ചേർത്ത് നിർത്തുന്ന നിലപാടാണ്, മാനവികത ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണ്, മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണ്. BJP പരാതി കൊടുത്തതിന് എങ്ങനെ കാണുന്നു? BJP പരാതി കൊടുക്കുന്നതിന് അങ്ങനെ മുഖവിലക്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവര് എന്ത് പരാതി കൊടുക്കാനാ? അവർ ഈ രാജ്യത്തെ ധ്രുവീകരിക്കാൻ വേണ്ടി ബോധപൂർവമായിട്ടല്ലേ ഈ നിയമങ്ങളൊക്കെ നടപ്പിലാക്കുന്നത്? പിന്നെ പരാതി കൊടുത്തുകൊണ്ട് എന്ത് കാര്യമുള്ളത്? അതൊക്കെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം മാത്രമാണ്. ഇനി ഒരുപാട് ഒരു മാസത്തോളം കിടക്കുകയാണ് പ്രചരണത്തിന്റെ. ബാക്കി എങ്ങനെയാണ് പ്ലാനിംഗ്? പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. എന്നാണെങ്കിലും ദേശീയ വിഷയങ്ങൾ ഊന്നിക്കൊണ്ടുള്ള പ്രചരണം തുടരും എന്ന് തന്നെയാണ് വസീഫ് പറഞ്ഞു വെക്കുന്നത്. ഇനിയും ഏറെ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രചരണം അടുത്ത ഘട്ടത്തിലേക്ക് ഏറെ വൈകാതെ കടക്കും. അഖിലോട്ട് പറയൊപ്പം CB അനുമോദ്, News 18.